നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു ചെറിയ സഹായം വേണം. വീഡിയോകൾ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കൂടാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തേനിന്റെ ഗുണങ്ങളും പ്രാധാന്യവും. പ്രകൃതി മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് തേൻ. കേവലം ഒരു മധുരപഹാരം എന്നതിലുപരി രോഗശമനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒരുപോലെ ഉത്തമമായ ഔഷധമാണിത്. പഠനത്തിനും ഓർമ്മശക്തിക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ തേൻ സഹായിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. തേനിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു. പഠിച്ച കാര്യങ്ങൾ ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കാൻ ഇത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നു. മാനസിക ഉന്മേഷം. ഇതിലെ പ്രകൃതിദത്ത പഞ്ചസാരകളായ ഫ്രക്ടോസും ഗ്ലൂക്കോസും തലച്ചോറിന് പെട്ടെന്ന് ഊർജ്ജം നൽകുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന് കരുത്തും പ്രതിരോധശേഷിയും ഊർജ്ജസ്വലത നൽകുന്നു. കഠിനമായ ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുന്നവർക്കും കായിക താരങ്ങൾക്കും പെട്ടെന്ന് ഊർജ്ജം വീണ്ടെടുക്കാൻ തേൻ ഉത്തമമാണ്. ഇത് ശരീരത്തിന് ശാരീരിക കരുത്ത് പകരുന്നു. രോഗപ്രതിരോധ ശേഷി. ആന്റിബാക്ടീരിയൽ, ആന്റിഫംഗൽ ഗുണങ്ങളുള്ള തേൻ പതിവായി കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ജലദോഷം, ചുമ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. തേനിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തേനിന്റെയും തേനീച്ചയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഖുർആനിലെ 16-ാം അധ്യായത്തിന്റെ പേര് തന്നെ അന്നഹ്ൽ, തേനീച്ച എന്നാണ്. ഈ അധ്യായത്തിലെ 69-ാം വചനത്തിൽ തേനിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവയുടെ തേനീച്ചകളുടെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ തേൻ വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ വലിയൊരു രോഗശമന മാർഗമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയും തേനിന്റെ ഔഷധ ഗുണങ്ങളെ ഏറെ പ്രശംസിക്കുകയും അത് ഉപയോഗിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആരോഗ്യവും കരുത്തും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ദിവസവും ഒരു സ്പൂൺ തേൻ കഴിക്കുന്നത് ശീലമാക്കാവുന്നതാണ്. പ്രകൃതിയും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തിയ ഈ മഹാ ഔഷധം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാം. രാവിലെ എഴുന്നേറ്റയുടൻ വെറും വയറ്റിൽ ചെറുചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ വെള്ളത്തിന്റെ കാര്യത്തിൽ മഴവെള്ളം നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ സാധാരണ കുടിവെള്ളം തിളപ്പിച്ചാറ്റി ഉപയോഗിക്കുന്നതാണ് ആരോഗ്യ സുരക്ഷയ്ക്ക് ഏറ്റവും ഉത്തമം. ഇതിന്റെ ഗുണങ്ങളും ഒപ്പം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളും താഴെ വിവരിക്കുന്നു. വെറും വയറ്റിൽ തേനും വെള്ളവും കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ. ദഹനപ്രക്രിയ സുഗമമാക്കുന്നു. വെറും വയറ്റിൽ തേൻ ചേർത്ത വെള്ളം കുടിക്കുന്നത് ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാനും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാനും സഹായിക്കും. ഇത് മലബന്ധം തടയാൻ മികച്ചതാണ്. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നു. ഡിറ്റോക്സിഫിക്കേഷൻ. ഈ മിശ്രിതം ശരീരത്തിലെ ദോഷകരമായ ടോക്സിനുകളെ, വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുകയും കരളിന്റെയും വൃക്കകളുടെയും പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു. രാവിലെ അനുഭവപ്പെടുന്ന ക്ഷീണം മാറ്റി ശരീരത്തിന് പെട്ടെന്ന് ഉന്മേഷവും ഊർജ്ജവും നൽകാൻ തേനിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത പഞ്ചസാരയ്ക്ക് സാധിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. തേനിലെ ആന്റി ഓക്സിഡന്റുകളും എൻസൈമുകളും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. മഴവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ജാഗ്രതകൾ. പണ്ടുകാലങ്ങളിൽ മഴവെള്ളം ഏറ്റവും ശുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ മഴവെള്ളം നേരിട്ട് കുടിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. വായു മലിനീകരണം. അന്തരീക്ഷത്തിലെ പുക, പൊടിപടലങ്ങൾ, കെമിക്കലുകൾ എന്നിവ കലർന്നാണ് പലപ്പോഴും മഴ പെയ്യുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ചു മഴകളിൽ. ബാക്ടീരിയ ബാധ. റൂഫുകളിൽ നിന്നോ പാത്രങ്ങളിൽ നിന്നോ ശേഖരിക്കുന്ന മഴവെള്ളത്തിൽ പക്ഷികളുടെ കാഷ്ടമോ മറ്റു മാലിന്യങ്ങളോ കലരാൻ സാധ്യതയുണ്ട്. ശരിയായ രീതി. നിങ്ങൾ മഴവെള്ളമാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വൃത്തിയുള്ള പാത്രത്തിൽ നേരിട്ട് ശേഖരിച്ച് നന്നായി തിളപ്പിച്ചാറ്റിയ ശേഷം മാത്രം തേൻ ചേർക്കാൻ ഉപയോഗിക്കുക. ഒരു പ്രധാന കാര്യം: തേൻ ഒരിക്കലും ചൂടുള്ള വെള്ളത്തിൽ ചേർക്കരുത്. വെള്ളം നന്നായി തിളപ്പിച്ച ശേഷം അത് ചെറുചൂടിലേക്ക് ലൂക്ക്വാം മാറുമ്പോൾ മാത്രം തേൻ ചേർക്കുക. അമിതമായ ചൂടിൽ തേൻ ചേർത്താൽ അതിലെ ഗുണകരമായ എൻസൈമുകൾ നശിച്ചുപോകും. നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ലളിതവും ആകർഷകവുമായ ശൈലി കൂട്ടുകൂടാൻ ക്ഷണിച്ചുകൊണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് നല്ല അറിവുകളും വിശേഷങ്ങളുമായി നമ്മൾ മുന്നോട്ടു പോകും. നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ ഇനിയും അംഗമാകാത്തവർ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയറും ചെയ്യുക. നമുക്കൊന്നിച്ചു മുന്നോട്ടു പോകാം. കൂടെ കൂടാൻ മറക്കല്ലേ. വീഡിയോകളിൽ പറയാൻ പറ്റിയ ചെറിയ ശൈലി. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ നല്ല കാര്യങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എന്റെ ഊർജം.